Dear students, now we are discussing transportation engineering, in which second chapter of first module, investigation and planning of highways and engineering surveys. അല്ലേ, ഫസ്റ്റ് മൊഡ്യൂളിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇതിനകത്ത് നമ്മൾ ഹൈവേ അലൈൻമെൻറ്റ്, കൺട്രോളിങ് ഫാക്ടേഴ്സ്, എൻജിനീയറിംഗ് സർവേ ഫോർ ഹൈവേ ലൊക്കേഷൻ, അതിനകത്ത് ഫസ്റ്റ് മാപ്പ് സ്റ്റഡി, റെക്കഗ്നൈസൻസ്, തേർഡ് വൺ പ്രിലിമിനറി, ഫോർത്ത് വൺ ഡീറ്റെയിൽഡ് സർവേ ആൻഡ് ലൊക്കേഷൻ സർവേ. ഇതിനകത്ത് നമ്മൾ സെക്കൻഡ് വൺ റെക്കഗ്നൈസൻസ് വരെ ഡിസ്കസ് ചെയ്തു. തേർഡ് വൺ പ്രിലിമിനറി സർവേ. ഈ സർവേ ഈസ് ബേസ്ഡ് ഓൺ റെക്കഗ്നൈസൻസ് അല്ലേ. നമ്മൾ മുമ്പത്തെ സ്റ്റെപ്പ് ചെയ്ത റെക്കഗ്നൈസൻസിനെ ബേസ് ചെയ്താണ് ഈ സർവേ. കൺസിസ്റ്റ് ഓഫ് ഡീറ്റെയിൽഡ് സർവേ ഓഫ് ആൾട്ടർനേറ്റീവ് റൂട്ട്സ്. ഇതിനകത്ത് ഡീറ്റെയിൽഡ് സർവേ വരുന്ന ആൾട്ടർനേറ്റീവ് റൂട്ട്സിൻ്റെ അല്ലേ, വേറെ റൂട്ട്സിൻ്റെ ആൾട്ടർനേറ്റീവ് റൂട്ട്സിൻ്റെ ഡീറ്റെയിൽഡ് സർവേ വരും. ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ചെയിന്, കോമ്പസ്, ടേപ്പ്, ലെവൽ ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ. ഇതിനകത്ത് ചെയിനും കോമ്പസും ടേപ്പും ലെവലും ആൻഡ് ടോട്ടൽ സ്റ്റേഷനുമാണ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിലിമിനറി സർവേ, ഈ സർവേൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ടു സെലക്ട് ദി ബെസ്റ്റ് റൂട്ട് ബൈ സർവേയിങ് ദി വേരിയസ് അലൈൻമെൻറ്റ് പ്രപ്പോസ്ഡ് ഇൻ റെക്കഗ്നൈസൻസ്. റെക്കഗ്നൈസൻസിൽ പ്രപ്പോസ് ചെയ്ത് വേരിയസ് അലൈൻമെൻറ്റിലെ ബെസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രിലിമിനറി സർവേൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, to finalize the best alignment considering all the factors to be considered and to determine the center line to be followed. ബെസ്റ്റ് അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്യുക, കൺസിഡറിങ് ഓൾ ദി ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് ബെസ്റ്റ് അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്യുക. ആൻഡ് ടു ഡിറ്റർമൈൻ സെൻട്രൽ ലൈൻ ടു ബി ഫോളോഡ്, ഏത് സെൻട്രൽ ലൈനാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. പ്രിലിമിനറി സർവേ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ബൈ ടു മെത്തേഡ്സ്. രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് കൺവെൻഷണൽ മെത്തേഡും രണ്ടാമത്തെ മോഡേൺ റാപ്പിഡ് അപ്രോച്ചും അല്ലേ. അത് നമ്മളെ മോഡേൺ റാപ്പിഡ് അപ്രോച്ചും ഒന്ന് കൺവെൻഷണൽ മെത്തേഡാണ്. യൂഷ്വലി കൺവെൻഷണൽ മെത്തേഡ് ഈസ് അഡാപ്റ്റഡ്. സാധാരണ കൺവെൻഷണൽ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മോഡേൺ റാപ്പിഡ് അപ്രോച്ച് പറഞ്ഞാൽ നമ്മളെ ഈ ഗൂഗിളിൻ്റെ ഒക്കെ സഹായത്തോടൊക്കെ ഉള്ള സർവേ. The following information is to be collected in the preliminary survey. പ്രിലിമിനറി സർവേയിൽ ഇത്രയും ഈ താഴെ പറയുന്ന ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യുന്നത്. ഗ്രൗണ്ട് ലെവൽസ് ടു ദി എക്സ്റ്റെൻറ്റ് നീഡഡ്, ഹൗസസ്, ഷെഡ്സ്, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് അവൈലബിൾ അലോങ് ദി അലൈൻമെൻറ്റ്. എത്ര വരെയാണ് ഗ്രൗണ്ട് ലെവൽസ് വേണ്ടത്, പിന്നെ ഹൗസസ്, കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് അവൈലബിൾ അലോങ് ദി അലൈൻമെൻറ്റ്. അലൈൻമെൻറ്റിന് ആ പോകുന്ന അലൈൻമെൻറ്റിൽ ഹൗസസ്, ഷെഡ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ. റെയിൽവേ ട്രാക്ക് വരുമ്പോൾ, റോഡ് പുതിയതായിട്ട് വരുമ്പോഴോ ഇതൊക്കെ വരുന്നുണ്ട് എന്നുള്ള സർവേ അത് കണ്ടെത്തുക. ഫെൻസസ്, വാൾസ് ആൻഡ് അതർ ബൗണ്ടറി ലൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വരുന്നുണ്ടോ. ഫെൻസസ്, വാൾസ് അങ്ങനത്തെ ഒക്കെ. പൊസിഷൻ ഓഫ് കോറീസ് ഉണ്ടാവില്ലേ, ഇഫ് ഇറ്റ് ഈസ് ലാറ്ററൈറ്റ് കോറി ഓർ ആൻഡ് ഇത് ഗ്രാനൈറ്റ് കോറിൻ്റെ പൊസിഷൻ വരുന്നുണ്ടോ. ഓൾ റോഡ്സ്, ട്രെയിൽ ക്രോസിങ്സ് വരുന്നുണ്ടോ. ഇപ്പോൾ റോഡ് തന്നെയാണെങ്കിൽ നമ്മൾ റെയിൽസിനെ കട്ട് ചെയ്ത് പോകില്ല, അങ്ങനത്തെ റെയിൽ ക്രോസിങ്സ് വരുന്നുണ്ടോ. എക്സിസ്റ്റിംഗ് ഡ്രെയിനേജ് പെർട്ടിക്കുലേഴ്സ്, നാച്ചുറൽ വാട്ടർ സോഴ്സസ് വരുന്നുണ്ട് നമ്മൾ അലൈൻമെൻറ്റിൽ നോക്കണം. അങ്ങനെയാകുമ്പോൾ അവിടെ ബ്രിഡ്ജൊക്കെ വരേണ്ടി വരും, അപ്പോൾ അത് കോസ്റ്റ്ലി ആവും. എക്സ്റ്റെൻറ്റ് ഓഫ് കൾട്ടിവേറ്റഡ് ഏരിയ നമ്മുടെ വയലിലൂടെയൊക്കെ പോകുന്നുണ്ടോ, അതങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ആണ് നമ്മൾ അലൈൻമെൻറ്റ് വേണ്ടി. ഇത്ര ഇൻഫർമേഷൻസാണ്. ഫോളോയിങ് ഇൻഫർമേഷൻ ഈ ടു ബി കളക്റ്റഡ് പ്രിലിമിനറി സർവേയിൽ ഇത്രയും ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യുന്നത്. ഈ നാലാമത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻജിനീയറിംഗ് സർവേ ഫോർ ഹൈവേ ലൊക്കേഷൻസിൽ നാലാമത്തെ ഡീറ്റെയിൽഡ് സർവേയാണ് വരുന്നത് അല്ലേ. ഡീറ്റെയിൽഡ് സർവേയിൽ വരുന്നത് ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേ അല്ലേ.
The alignment finalized after preliminary survey is to be first located on the field by establishing center line. നമ്മുടെ preliminary survey മൂലം കണ്ടെത്തിയ അലൈൻമെൻറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും, ഫീൽഡിൽ എസ്റ്റാബ്ലിഷിങ് ദി സെൻട്രൽ ലൈൻ ടു ബി ഫസ്റ്റ് ലൊക്കേറ്റഡ് ഓൺ ദി ഫീൽഡ് അല്ലേ, ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദിസ് ഈസ് ഡൺ അക്യുറേറ്റ്ലി ബൈ യൂസിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് പ്രിലിമിനറി സർവേയിൽ നമ്മൾ കണ്ടെത്തിയ അലൈൻമെൻറ്റ് ഗ്രൗണ്ടിൽ ലൊക്കേറ്റ് ചെയ്യും, ഫീൽഡിൽ ലൊക്കേറ്റ് ചെയ്യും. ഇത് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫൈനൽ ലൊക്കേഷൻ അല്ലേ, ഒബ്ജക്റ്റീവ് ഓഫ് ഫൈനൽ ലൊക്കേഷൻ, the objective of final location to locate the center line of the proposed road on the ground. Yeah. The objective of final location the objective to locate central line of the proposed road on the ground and to establish temporary benchmark. To locate the central line of the proposed road on the ground and to establish temporary benchmark. Temporary benchmark ചെയ്യുക. പിന്നെ ലൊക്കേറ്റ് ദി സെൻട്രൽ ലൈൻ ഓഫ് പ്രൊപ്പോസ്ഡ് റോഡിൻ്റെ സെൻട്രൽ ലൈന് ഗ്രൗണ്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. സെക്കൻഡ് വൺ, ടു കളക്ട് ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ അല്ലേ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് ഡ്രോയിങ്സ്. ടു കളക്ട് ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് ഡ്രോയിങ്സ്. അതാണ് ഒബ്ജക്റ്റീവ്. ഈ വർക്കിംഗ് ഡ്രോയിങ്സിന് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്സ്, അതിന് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഡിസൈൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, ഇതിന് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേൻ്റെ ഒബ്ജക്റ്റീവ്സ്. വർക്കിംഗ് ഔട്ട് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്, അതിന് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് അബൌട്ട് ദി റോഡ് പ്രൊജക്റ്റ്, പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള റോഡ് പ്രൊജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അതൊക്കെയാണ് ഒബ്ജക്റ്റീവ് ഓഫ് ഡീറ്റെയിൽഡ് സർവേ. ഇനി പ്ലാൻസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ടു ബി പ്രിപ്പയർഡ് ഫോർ റോഡ് പ്രൊജക്റ്റ് അല്ലേ. റോഡ് പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, അതിൻ്റെ പ്ലാന് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടി എന്നുള്ളതിൻ്റെ, റോഡ് പ്രൊജക്റ്റിന് വേണ്ടി ഇതൊക്കെ പ്ലാനും ഡോക്യുമെൻറ്റ്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കീ മാപ്പ്, സെക്കൻഡ് വൺ ഇൻഡെക്സ് മാപ്പ്, തേർഡ് വൺ പ്രിലിമിനറി സർവേ പ്ലാൻ, ഫോർത്ത് വൺ ഡീറ്റെയിൽഡ് സർവേ പ്ലാൻ, ഫിഫ്ത്ത് വൺ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻസ്, സിക്സ്ത് വൺ ക്രോസ് സെക്ഷൻസ്, സെവൻത്ത് വൺ ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ഫോർ ബ്രിഡ്ജസ് ആൻഡ് കൾവർട്ട്സ്, എയ്ത്ത് വൺ ഡ്രോയിങ്സ് ഫോർ ബിൽഡിങ്സ്, നയൻത്ത് വൺ ലാൻഡ് പ്ലാൻസ് ഫോർ ക്വാറീസ്, 10th one land acquisition plans, 11th one draft specifications, 12th one detailed estimates, 13th one cost estimates, 15th one general reports. അതിനകത്ത് ഫസ്റ്റ് വണ് കീ മാപ്പ്. കീ മാപ്പിൽ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ലൊക്കേഷൻ ഓഫ് പ്രൊപ്പോസ്ഡ് റോഡ്, ഇമ്പോർട്ടൻറ്റ് ടൗൺസ്, existing roads, railway, streams and other topographical features. കീ മാപ്പിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ ഓഫ് റോഡിൻ്റെ, ഇമ്പോർട്ടൻറ്റ് ടൗൺസിൻ്റെ, എക്സിസ്റ്റിംഗ് റോഡ്സിൻ്റെ, റെയിൽവേ, സ്ട്രീംസ് ഉണ്ടാവില്ല അതിൻ്റെ, ആൻഡ് അതർ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലേ. ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സൈസ് ഓഫ് ദി പ്ലാൻ 22x20 സെൻറ്റിമീറ്റേഴ്സാണ്. 22x20 സെൻറ്റിമീറ്റേഴ്സ്. സ്കെയിൽ ഓഫ് ദി മാപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് ദി റോഡ്. റോഡിൻ്റെ ലെങ്ത്തിനെ ആണ് അതിൻ്റെ സൈസ് ഇല്ലല്ല സ്കെയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. സ്കെയിൽ നമ്മൾ പറയില്ലേ 1:100 മീറ്റേഴ്സ് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 1 mm = 4 മീറ്റർ അങ്ങനെയൊക്കെ പറയുന്ന സ്കെയിൽ റോഡിൻ്റെ ലെങ്ത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇൻഡെക്സ് മാപ്പാണ്. ഒരു റോഡ് പ്രൊജക്റ്റിന് നമ്മൾ തയ്യാറാക്കേണ്ട ഡോക്യുമെൻറ്റ്സ് രണ്ടാമത്തത്
ഇൻഡെക്സ് മാപ്പാണ്. ഷോസ് ദി അലൈൻമെൻറ്റ് ആൻഡ് അതർ ടോപ്പോഗ്രഫി ഫീച്ചർ. അലൈൻമെൻറ്റും കാണിക്കും, പിന്നെ കീ മാപ്പ് പറയാതെ ടോപ്പോഗ്രഫി ഫീച്ചേഴ്സ് കാണിക്കും. പിന്നെ അതിനകത്ത് ആവറേജ് റെയിൻഫാൾ ഓഫ് ദി ഏരിയ കാണിക്കും. ആവറേജ് റെയിൻഫാൾ ഓഫ് ദി ഏരിയ. തേർഡ് വൺ പ്രിലിമിനറി സർവേ പ്ലാൻ. പ്രിലിമിനറി സർവേക്ക് വേണ്ടിയുള്ള പ്ലാനാണ് പിന്നീടുള്ള ഡോക്യുമെൻറ്റ്. ഇറ്റ് ഷോസ് ദി ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് അലൈൻമെൻറ്റ്സ്. വേരിയസ് അലൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ അലൈൻമെൻറ്റ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. സ്കെയില് 1 mm ഇറ്റിക്കൽ 10 meter to 1 mm to 4 meter അല്ലേ. ഒരു mm ഒരു mm പ്ലാനിൽ ഒരു mm 10 meter ഗ്രൗണ്ടിൽ അങ്ങനത്തെ സ്കെയിലായിരിക്കും ഉണ്ടാകുക. ഫോർത്ത് വൺ ഡീറ്റെയിൽഡ് പ്ലാൻസ് അല്ലേ. ഡീറ്റെയിൽഡ് പ്ലാൻസ്. ഫോർത്ത് വൺ ഡീറ്റെയിൽഡ് പ്ലാൻസ് ആണ്. ഒരു റോഡ് പ്രൊജക്റ്റിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൽ അല്ലെങ്കിൽ പ്ലാൻസിൽ ഫോർത്ത് വൺ ഡീറ്റെയിൽഡ് പ്ലാൻസ് ആണ്. അതിനകത്ത് ഷോസ് ഗ്രൗണ്ട് പ്ലാൻ വിത്ത് അലൈൻമെൻറ്റ് ആൻഡ് ദി ബൗണ്ടറീസ് അല്ലേ. ഗ്രൗണ്ട് പ്ലാന് കാണിക്കും വിത്ത് അലൈൻമെൻറ്റ് ആൻഡ് ബൗണ്ടറീസ്. ബൗണ്ടറിയും അലൈൻമെൻറ്റും കാണിച്ചിട്ടുള്ള ഗ്രൗണ്ട് പ്ലാൻ കാണിക്കും. കോണ്ടൂർ ഷുഡ് ബി at intervals of 1 to 2 meter in plain country and 3 to 6 meter in hills. കോണ്ടൂർ ലൈൻസ് ഉണ്ടാവില്ലേ, സർവേയിൽ പഠിച്ചിട്ടുള്ള കോണ്ടൂർ ലൈൻസ് അറിയില്ലേ, അത് 1 to 2 meter ആയിരിക്കും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത്, 3 to 6 ആയിരിക്കും 6 meter ഡിസ്റ്റൻസിലായിരിക്കും ഹിൽസിൽ അല്ലേ. കോണ്ടൂർ ലൈൻസ് അറിയില്ല, നമ്മുടെ ഒരേ ഹൈറ്റുള്ള ഒരേ ആറ്റിറ്റ്യൂഡിലത് ഇതിനെ യോജിപ്പിച്ച് വരക്കുന്ന കോണ്ടൂർസ് 1 to 2 meter ആയിരിക്കും പ്ലെയിൻ കൺട്രിയിൽ, 3 to 6 meter in hills. In these property lines and owners of property lines ഉണ്ടാവും. പിന്നെ ഓണേഴ്സ് ഓഫ് പ്രോപ്പർട്ടി, കർവ്സ്, വില്ലേജ് ബൗണ്ടറീസ്, റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്സ്, സെൻട്രൽ ലൈൻ ഓഫ് റോഡ്, നാച്ചർ ഓഫ് സോയിൽസ്, കോറീസ്, ലൊക്കേഷൻ, കൾവേർട്സ്, ബ്രിഡ്ജസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് കിലോമീറ്റർ സ്റ്റോൺസ് ആൾസോ ഇൻഡിക്കേറ്റ് അല്ലേ. ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെൻട്രൽ ലൈൻ ഓഫ് റോഡ്, നാച്ചർ ഓഫ് സോയിൽ, കോറിൻ്റെ ലൊക്കേഷൻ, കൾവേർട്ട്, ബ്രിഡ്ജ്, ലൊക്കേഷൻ ഓഫ് കിലോമീറ്റർ സ്റ്റോൺസ്, ഇതൊക്കെ ഈ ഡീറ്റെയിൽഡ് പ്ലാനിൽ ഉണ്ടാവും. അടുത്തത് ഡ്രോയിങ്സ് ഫോർ ബിൽഡിങ്സ് ആണ്. പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി, സൈസ് ആൻഡ് സ്കെയിൽ സെയിം ആസ് ഫോർ മാസൺട്രി വർക്ക് അല്ലേ. ഡ്രോയിങ്സ് ഫോർ ബിൽഡിങ്സ് അത് പ്രിപ്പയർഡ് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. സൈസ് ആൻഡ് സ്കെയില് സെയിം ആസ് ഫോർ മാസൺട്രി വർക്ക് യൂസ് ചെയ്യുന്ന സൈസിലും സ്കെയിലും തന്നെ ആയിരിക്കും ആ ഡ്രോയിങ്സ് ഉണ്ടാകുക, ബിൽഡിംഗ് ഡ്രോയിങ്സ് ഉണ്ടാകുക. എ സൈറ്റ് പ്ലാൻ ഷുഡ് അക്കമ്പനി ഷോയിങ് ഡീറ്റെയിൽസ് ഓഫ് ബൗണ്ടറീസ് അല്ലേ. അതിനകത്ത് ഒരു സൈറ്റ് പ്ലാൻ ഉണ്ടാവും, അത് ബൗണ്ടറീസ്, സൈറ്റ് പ്ലാൻ ഷുഡ് അക്കമ്പനി ഷോയിങ് ഡീറ്റെയിൽസ് ഓഫ് ബൗണ്ടറീസ്. ബൗണ്ടറീസ് ഷോ ചെയ്യുന്ന ഒരു സൈറ്റ് പ്ലാൻ ഉണ്ടാവും. ലാൻഡ് പ്ലാൻസ് ഫോർ കോറീസിന് അതാണ് 6th വൺ. ഇറ്റ് ഷോസ് വെയർ കോറീസ് ഫോർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആർ ടു ബി അക്വയർഡ്. എവിടെയൊക്കെയാണ് ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന് വേണ്ടിയുള്ള കോറി അക്വയർ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കുന്ന ഇതാണ് അതിലുണ്ടാകുക. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർഡ് ഫോർ റോഡ്സ്, ബ്രിഡ്ജസ് ആൻഡ് കൾവേർട്സ് വിച്ച് ആർ പ്രൊപ്പോസ്ഡ്. ഇതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രൊപ്പോസ് ചെയ്ത ബ്രിഡ്ജസിനും വേണ്ടിയുള്ള റോഡ്സിനും കൾവേർട്സിനും വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. കോസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് എൻ്റയർ പ്രൊജക്റ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഓൾ പ്രൊജക്റ്റ്. റോഡ് പ്രൊജക്റ്റിൽ എല്ലാ ഇതിനും വേണ്ടിയുള്ള കോസ്റ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. പിന്നെ വരുന്നതാണ് ജനറൽ റിപ്പോർട്ട്, ഗിവിങ് ദി ഡീറ്റെയിൽസ് റിഗാർഡിങ് നെസസിറ്റി ഫോർ ദി പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൻ്റെ നെസസിറ്റി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നതാണ് ജനറൽ റിപ്പോർട്ട്.
പിന്നെ ഫീസിബിലിറ്റി ഓഫ് ദി പ്രൊജക്റ്റ് അല്ലേ, ഒരു വലിയൊരു പ്രൊജക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യും കുറേ സർവേ ഒക്കെ നടത്തിയിട്ട്. ആ ഫീസിബിലിറ്റി ഓഫ് ദി പ്രൊജക്റ്റ്, കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ആൻഡ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദി പ്രൊജക്റ്റ്, ഇതൊക്കെ ജനറൽ റിപ്പോർട്ടിൽ ഉണ്ടാവുക. ഫീസിബിലിറ്റി ഓഫ് ദി പ്രൊജക്റ്റ്, കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ്, ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദി പ്രൊജക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക.